ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഒരു ഹൈപ്പും ഒരു ലൈക്കും ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണെ. അത് നമ്മുടെ സച്ചി എത്തി 8-30 വഴക്ക് കിട്ടിയിട്ടോ നമ്മുടെ രവീന്ദ്രന്റെ കയ്യിൽ നിന്ന്. സച്ചിക്ക് നീ എവിടെ പോയി കിടക്കുമായിരുന്നു, ഇത്ര നേരമായിട്ട് ഈ കൊച്ചൊന്നും കഴിച്ചിട്ട് പോലും ഇല്ല, എന്തെങ്കിലും നിനക്ക് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ പറഞ്ഞിട്ട് പോക്കൂടെ, നിന്റെ ഫോണിന് എന്താ പറ്റിയത്, അത്യാവശ്യത്തിന് വിളിക്കാനുള്ളതല്ലേ ഈ ഫോണെന്ന് പറഞ്ഞപ്പോ അത് പിന്നെ വെച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, ചാർജ് തീർന്നു എന്നൊക്കെ ഇങ്ങനെ മുട്ടാന്യായങ്ങളൊക്കെ പറയാം നമ്മുടെ സച്ചി. അങ്ങനെ 70 വഴക്കൊക്കെ കിട്ടി. രവീന്ദ്രൻ പറഞ്ഞു ഇനി മേലാൽ ആവർത്തിക്കരുത്. അവള് ആകപ്പാടം അടുത്ത് നിൽക്കുകയാണ്. അവള് വെളുപ്പിന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അവള് വെളുപ്പിന് ഇറങ്ങിപ്പോയി, നീ എവിടെയാണെന്നൊന്നും അറിയാതെ നട്ടം ചുറ്റി അലഞ്ഞു തിരിഞ്ഞു വന്നിരിക്കുക. അതുകൊണ്ട് ഇതേ മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇനി ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ സച്ചി ഇതല്ലായിരിക്കും കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രന്റെ അകത്ത് കയറി പോയി. രേവതി ഭാവം ഇങ്ങനെ കരഞ്ഞ് എന്തോ വിളറി വെളുത്ത മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയുടെ കയ്യിൽ അങ്ങ് പിടിച്ചിട്ട് ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് വയറ് നിറയെ കിട്ടാട്ടോ രേവതിയുടെ കയ്യിൽ നിന്ന്. ഇത്രയും നേരം നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു, നിങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞാൻ എത്രമാത്രം വിഷമിച്ചെന്ന് അറിയാമോ, നിങ്ങൾ എവിടെയായിരുന്നു, എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കും, നിങ്ങൾ പേടിപ്പിച്ച് കളഞ്ഞില്ലേ എന്നെ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ട്രിപ്പ് പോയതായിരുന്നു എന്ന്, എന്ത് ചെയ്യാനാ, ആ ഒരു സമയത്ത് പറയാൻ പറ്റിയില്ല. എന്നിട്ട് സച്ചി പറഞ്ഞു, ഞാൻ ട്രിപ്പ് പോയപ്പോ 8000 രൂപ കിട്ടി, ഇന്നാ ഈ 8000 രൂപ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. പിന്നെ നീ പറഞ്ഞായിരുന്നല്ലോ എന്നെക്കാളും ക്യാഷ് കൂടുതൽ കുടുക്കയിലിടുന്നത് നീയാണെന്ന്, നിന്നേക്കാൾ കൂടുതൽ ഇന്ന് ഞാൻ കൂടുതൽ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതങ്ങ് കൈ കൊടുക്കുക. അപ്പൊ 7000 ആണെങ്കിൽ അത് 8000 ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു ഒരു ദിവസം 8000 രൂപ. അപ്പൊ നമ്മുടെ ചന്ദ്ര ഇത് നിന്ന് കാണുകയാണെ. ചന്ദ്രക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വരാൻ തുടങ്ങി. ചന്ദ്ര എങ്ങനെയും ഒക്കെ എന്താ പറയുക എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിന്നതായിരുന്നു. ഏതായാലും ആ പൈസ നമ്മുടെ രേവതി മേടിച്ചില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാ ഇത് എന്നോട് പറയാതെ പോയത് എന്ന്. ഞാന് നിങ്ങളെക്കാൾ കൂടുതൽ സമ്പാദിച്ചു എന്ന് സാധാരണ രീതി പറഞ്ഞതാ, എന്നിട്ട് നിങ്ങൾ അത് ഇതുപോലെ മനസ്സിലെടുക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല സച്ചേട്ടാ. ഞാൻ ഒന്നും മനസ്സിൽ വെച്ചല്ല പറഞ്ഞത്. പെണ്ണിന്റെ വരുമാനം ആണിനേക്കാളും എപ്പോഴും കുറവായിരിക്കണം, ഭർത്താവിനേക്കാളും 1 രൂപ പോലും അധികം സമ്പാദിക്കാൻ പാടില്ല അല്ലേ, അങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ. ഞാൻ ആ കാര്യം ഒന്ന് മറന്നുപോയി സച്ചേട്ടാ. സച്ചേട്ടൻ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ ഇപ്പൊ 8000 രൂപയായിട്ട് വന്നത്. ഞാൻ വിചാരിച്ചില്ല സച്ചേട്ടാ, സച്ചേട്ടൻ ഇങ്ങനെ ഒരു ഈഗോ ഉള്ള ഒരു ആളാണെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അത് രേവതി എനിക്കൊരു ഈഗോയും ഇല്ല, ഞാൻ ഈഗോ കൊണ്ട് ചെയ്തതല്ല, നീ പറഞ്ഞത് ഞാനൊന്ന് തിരിച്ച് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നീ അങ്ങനെ പറഞ്ഞതിനുള്ള വാശി ഒന്നുമല്ല ഞാൻ കാണിച്ചത്. ഇത് എനിക്ക് വേറെ ആരോടും അല്ലടി, അമ്മയോടായിരുന്നു വാശി. അമ്മയോട് എന്തിനാ സച്ചേട്ടൻ വാശി കാണിക്കുന്നത്, അതിന്റെ കാര്യം എന്താ? അതെ, ഈ ക്യാഷ് എനിക്ക് അമ്മേനെ ഒന്ന് കാണിക്കണം, എന്നാൽ എനിക്ക് സമാധാനം വരത്തുള്ളൂ. അപ്പൊ ചന്ദ്ര ഇത് നിന്ന് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി എന്ത് ചെയ്തു, ആ പൈസയായിട്ട് നേരെ ചന്ദ്രൻ എടുത്തു ചെന്നു. അപ്പൊ ചന്ദ്ര അവിടെ നിപ്പുണ്ടായിരുന്നേ. ചന്ദ്ര ഇതെല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചെന്നതും കണ്ടു, ഓഹോ ഇവിടെ ഉണ്ടായിരുന്നു അമ്മ, അതെ ഇറങ്ങി വന്നേ, ഇത് കണ്ടോ, ഇത് 8000 രൂപയുണ്ട്. എന്താ പറഞ്ഞത് എന്നോട് അമ്മ, എന്നെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് 7000 രൂപയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നല്ലേ. എന്റെ ഒരു ദിവസത്തെ വരുമാനം ഇത്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ 8000 എന്നല്ല 10000 എന്നല്ല ചിലപ്പോ 20000 രൂപ വരെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ വെല്ലുവിളിച്ചതല്ലേ രേവതി ഉണ്ടാക്കുന്ന ക്യാഷ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന്. അതിനേക്കാൾ കൂടുതൽ ക്യാഷ് ഉണ്ട്, 1000 എങ്കിൽ 1000 കൂടുതൽ ക്യാഷ് ഉണ്ട്. നാളെ ഇവളുടെ കാശ് കൊണ്ട് എനിക്ക് ജീവിക്കേണ്ടി വരും. അപ്പൊ ഇവള് പറയുന്നൊക്കെ അനുസരിക്കേണ്ടി വരും. ഈ ഡ്രൈവർ സച്ചിയല്ല അടിമ സച്ചിയാന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ എന്തായി, വലിയ മുതലാളി ഒന്നും ആവണ്ട, തൊഴിലാളി ആയാ മതിയെന്ന്. ഞാനൊരു തൊഴിലാളിയാണെന്ന് പറയുന്നതിന് അഭിമാനിക്കുന്നവനാ ഞാൻ, ആ അഭിമാനം കൊണ്ടു നടക്കുന്നവനാ ഞാൻ. അതുകൊണ്ട് ആരെയും മുമ്പിൽ ഞാൻ തല കുനിക്കത്തില്ല, ആരെയും അടിമയും ആകാൻ ഞാൻ പോവില്ല എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര കൊള്ളാം അടിപൊളി, അല്ല എങ്ങനെയും നീ ഈ 8000 രൂപ സമ്പാദിച്ചു, ഇത് എന്നും നിനക്ക് സമ്പാദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അതിന് പറ്റത്തില്ലല്ലോ. ഇവളെ ജോലിക്ക് പോകാൻ വിടാതെ ഇവളെ കെട്ടിയില്ല എങ്കിലും നാളെ ഞാൻ പറയുന്നത് പോലെ തന്നെ സംഭവിക്കും, നീ നോക്കിക്കോ. നീ അത് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നീ എവിടെ കിടക്കുന്ന, രേവതി എവിടെ കിടക്കുന്ന, നിനക്ക് അപ്പൊ മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അകത്തേക്ക് കയറി പോയിട്ടോ. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചിക്ക് എന്തോ കുറച്ച് സമാധാനമൊക്കെ ആയി. അങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്ത് സച്ചി വന്ന് ഇരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ രേവതിയുടെ മനസ്സിങ്ങനെ തിളക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതി പറഞ്ഞു, ഓഹോ അപ്പൊ അതിനിടയില് ഇങ്ങനെ ഒരു വെല്ലുവിളി നടന്നല്ലേ, അത് പിന്നെ അന്ന് നീ പറഞ്ഞില്ലേ, അത് കേട്ടിട്ട് അമ്മ പിടിച്ചു കയറിയതാ. ഓഹോ അപ്പൊ നിങ്ങൾ അമ്മയോടുള്ള വാശിക്കാണോ എന്നോടുള്ള വാശിക്കാണോ പോയത്?
രേവതി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലായി ഇത് എന്നോടുള്ള വാശിക്ക് തന്നെയാ സച്ചേട്ടാ പോയത്. സച്ചേട്ടൻ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, എന്നാലും നമുക്ക് അടുപ്പമുള്ളവരോട് എന്തും സംസാരിക്കാം. അങ്ങനെയാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ സച്ചു പറഞ്ഞു, അതേ രേവതി, നീ പറഞ്ഞത് ഞാൻ കാര്യമാക്കിയൊന്നും എടുത്തിട്ടില്ല. അമ്മ പറഞ്ഞപ്പോ എനിക്ക് എന്തോ മനസ്സിൽ തട്ടി. അപ്പം എനിക്ക് എന്തോ ചെറിയൊരു വിഷമം വന്നു. ഞാനും ഒരു സാധാരണ മനുഷ്യനല്ലേ, അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചു. അപ്പൊ രേവതി പറഞ്ഞു, അപ്പൊ എനിക്കൊരു വാശി തോന്നി, എന്നെക്കാളും ഒരു ദിവസം അധികം സമ്പാദിച്ച് അമ്മയെ കാണിക്കണമെന്ന് തോന്നി. അങ്ങനെയല്ലേ സച്ചേട്ടൻ പറയേണ്ടത്? അതല്ലേ ശരി? അമ്മയോടുള്ള വാശിയാണെങ്കിൽ എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്നോട് പറയത്തില്ലായിരുന്നു സച്ചേട്ടൻ? എന്നോട് പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നു സച്ചേട്ടന്? എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ സച്ചേട്ടൻ. ഫോൺ ഓഫ് ആയി പോയിന്ന് കള്ളം പറഞ്ഞില്ലേ? അത് പിന്നെ ഞാന് മൂഡ് ഓഫ് ആയിരുന്നു രേവതി, അതുകൊണ്ടാ. ആരോടും സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. ജോലിയിൽ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അതാ രേവതി പറ്റിപ്പോയത്. അല്ലാതെ ഒരിക്കലും നിന്നെ ഞാൻ ഒഴിവാക്കിയതോ മനഃപൂർവ്വം പറയാതിരുന്നതോ ഒന്നുമല്ല. നിനക്ക് വിഷമമായെങ്കിൽ സോറി, എന്നോട് ക്ഷമിക്കും. അപ്പൊ രേവതി പറഞ്ഞു, എന്നോട് സോറി ഒന്നും പറയണ്ട സച്ചേട്ടാ. ഞാനും ശരത്തും സച്ചേട്ടൻ അന്വേഷിച്ചു എവിടേക്ക് പോയിന്ന് സച്ചേട്ടൻ അറിയാമോ? രാത്രി ബാറിന് വരെ പോയി ഞങ്ങള് അന്വേഷിച്ചു. തീ തിന്നായിരുന്നു ഞാൻ ഈ നിമിഷം വരെ, എവിടെയാണെന്ന് അറിയാതെ. സച്ചേട്ടൻ കരുതിക്കുട്ടി ഫോൺ ഓഫാക്കി വെച്ചതല്ലേ, അല്ലാതെ ഒരിക്കലും സച്ചേട്ടന്റെ ഫോൺ ഓഫായി പോയതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി തലങ്ങനും വേലങ്ങനും ഒക്കെ നമ്മുടെ സച്ചിനെ അടിക്കാൻ തുടങ്ങി. ഡോണ്ട് പൊട്ടിക്കരയാ, രേവതിക്ക് സഹിക്കുന്നില്ല. അപ്പം സച്ചി പറഞ്ഞു, രേവതി നീ ഇത്ര കാര്യമായിട്ട് എടുക്കുന്നു ഞാൻ കരുതിയില്ല രേവതി. നീ എന്നോട് ക്ഷമിക്കും, ഞാൻ പറഞ്ഞല്ലോ. നീ വിഷമിക്കില്ല, നീ വിഷമിക്കുന്ന കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, നീ വിഷമിക്കുന്ന കാണുന്നത് എനിക്ക് സങ്കടം വരും. സോറി രേവതി, ക്ഷമിക്കും, വിട്ടുകള എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ ചേർത്ത് പിടിക്കാണ് കേട്ടോ. ഏതായാലും രേവതി നമ്മുടെ സച്ചിയുടെ ഇങ്ങനെ ഇദ്ദേഹത്തേക്ക് ചാരി കിടന്ന് കരയാനിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ രേവതിയെ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ഇനി പോട്ടെ സച്ചേട്ടാ, ബാ നമുക്ക് ഭക്ഷണം കഴിക്കാം, അതൊക്കെ വിട്. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അത് പിന്നെ ഞാന് രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് വിശന്നപ്പം ഞാൻ വരുന്ന വഴിക്ക് കഴിച്ചു എന്ന്. അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഞാനും ഒന്നും കഴിച്ചില്ലായിരുന്നു സച്ചേട്ടാ. സത്യം പറഞ്ഞിട്ടുണ്ട് രേവതി ഓർത്ത് കാണുമായിരിക്കും സച്ചിയുടെ അടുത്തിരുന്ന് കഴിക്കാന്നൊക്കെ ഓർത്താണ് ഇരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വയറൊക്കെ നിറച്ച് കഴിച്ചിട്ട് വന്നേക്കുന്നു. ഏതായാലും ഈ സമയത്ത് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് എന്താ പറയാ, ഉള്ളതും കൂടെ അങ്ങ് പോയിട്ടോ. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പോയി കഴിച്ചോളാം, സച്ചേട്ടൻ പോയി കിടന്നോ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അല്ല രേവതി അല്ല സച്ചി പറഞ്ഞു, എന്നാ പിന്നെ നീ പോയി കഴിക്കുക. വേണ്ട, എനിക്ക് വേണ്ട, ഒരു ദിവസം ആഹാരം കഴിച്ചില്ല എന്ന് ഓർത്തോണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോ രേവതി നീ പോയി കഴിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് രേവതിക്ക്. കഴിക്കില്ല എന്നും പറഞ്ഞ് കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് രേവതിക്ക് കലി വന്ന് അകത്ത് കയറിപ്പോയി. അത്രയും നേരം നമ്മുടെ രേവതി വിശന്നിരുന്ന. എന്നാ പിന്നെ സച്ചിക്ക് കഴിച്ചു എന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു, കഴിക്കണ്ടെന്ന് അല്ല കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ കൂടെ ഇരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അത് അവിടെ നിന്നും പോയി കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി അങ്ങ് എന്തോ പോലെ ആയി പോവുകയും ചെയ്തു. അങ്ങനെ സച്ചി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതി വീണ്ടും ടെറസിന്റെ മണ്ടേ പോയിരുന്ന് ഇങ്ങനെ കരയുകയാണ്. ആഹാരത്തിന്റെ കാര്യമൊക്കെ ഓർത്തിട്ടാന്ന് തോന്നുന്നു. ആഹാരത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ രേവതിയോട് പറഞ്ഞില്ലല്ലോ. അപ്പം ആ ഒരു മൊത്തം പെണ്ണുങ്ങൾക്ക് പരിഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാൻ പാടാണല്ലോ. അപ്പൊ ആ ഒരു പരിഭവമൊക്കെയാന്ന് തോന്നുന്നു. നമ്മുടെ രേവതി ടെറസിന്റെ മക്കത്ത് പോയിരുന്നപ്പോഴത്തേക്കും സച്ചി ഒരു പ്ലേറ്റ് ചോറൊക്കെ ആയിട്ട് വരിക. ചോറല്ല, ചപ്പാത്തിയൊക്കെ ആയിട്ട് വന്നിട്ട് രേവതി കഴിക്കുക എന്ന് പറയാ. രേവതി എവിടെ നിന്ന് മൈൻഡ് ചെയ്യാന്? ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. രേവതി മൈൻഡ് ചെയ്യാതെ അവിടെ ഇരിക്കാം. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി നീ ആരോടാ ഈ വാച്ച് കാണിക്കുന്നത്? കഴിക്ക് രേവതി, ഞാൻ എടുത്തോണ്ട് വന്നില്ലേ. അപ്പൊ രേവതി പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം പട്ടിണി കിടന്നെന്ന് ഓർത്തോണ്ട് ചത്തൊന്നും പോകത്തില്ലല്ലോ. അതിന് നീ പട്ടിണി കിടന്നാല് ചിലപ്പം എനിക്ക് പ്രശ്നം ഉണ്ടാവും, ചിലപ്പം ഞാൻ ചത്തുപോയാലോ. നീ കഴിക്ക്, നീ എന്നെ ഓർത്തെങ്കിലും കഴിക്ക് രേവതി എന്ന് പറഞ്ഞപ്പം വേണ്ട, ഇന്ന് രാവിലെ വരെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ, ഇതൊന്നും മനസ്സിലില്ലായിരുന്നല്ലോ, ഇന്ന് രാവിലെ ഇങ്ങനെയൊന്നും അല്ലല്ലോ ചിന്തിച്ചത്, എനിക്ക് വേണ്ട സച്ചിയേട്ടാന്ന് പറഞ്ഞു. അപ്പൊ രേവതിയോട് വീണ്ടും സച്ചി ഇങ്ങനെ നിർബന്ധിക്കുക, കഴിക്കെന്നും പറഞ്ഞ് ലാസ്റ്റ് നമ്മുടെ സച്ചി രേവതിക്ക് വാരി കൊടുക്കാൻ കേട്ടോ. വാരി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ രേവതി കഴിക്കാതെ കരഞ്ഞുകൊണ്ടാണേലും കഴിക്കാൻ തുടങ്ങി. ഏതായാലും പുറകെ നമ്മളെ സച്ചി മിക്കവാറും ഭക്ഷണമായിട്ട് വരുന്ന രേവതിക്ക് അറിയാമായിരുന്നായിരിക്കും. ഏതായാലും ഈ സമയത്ത് രേവതി പൊട്ടി കരഞ്ഞോണ്ട് തന്നെയാ കഴിക്കുന്നത്. അപ്പം സച്ചി ഇങ്ങനെ ആശ്വസിപ്പിക്കുക, കരയല്ലേ, എന്തിനാ കരയുന്നത്, നീ കഴിക്കുക. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എനിക്കും ഇല്ലേ സച്ചേട്ട സങ്കടം, അത് പോട്ടെ, സാരമില്ലെന്ന്, നീ കഴിക്കുക, എല്ലാം എന്റെ തെറ്റ് തന്നെയാ, ഞാൻ സമ്മതിച്ചു തരുന്നു, എല്ലാം എന്റെ തെറ്റാ, നീ ഇത് കഴിക്കുക എന്നും പറഞ്ഞ് രേവതിക്ക് വാരി കൊടുക്കുക. അങ്ങനെ അവരുടെ സങ്കടവും പരാതിയും പരിഭവവും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നേരം പരവരാ വെളുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മേലിൽ നിന്നും മണിയടി ശബ്ദവും പോയുടെ ആ ഒരു ഇതും ഒക്കെ വരുന്നു കേട്ടോ. നമ്മുടെ രവീന്ദ്രൻ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര മണിയടി, പൂജാമുറി നങ്ങണ്ടാട്ടോ, ഭയങ്കര മണിയടി ശബ്ദം. അപ്പോഴത്തേക്കും രവീന്ദ്രൻ എന്താ ഇത് എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രുതിയും കൂടി പോയിരുന്ന് പൂജാമുറിയിൽ ഇരുന്ന് ഭയങ്കര പ്രാർത്ഥനയാട്ടോ. ഭയങ്കര പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥന.
അങ്ങനെ ഒരു താലത്തിൽ കുറച്ച് പൂവും കർപ്പൂരം ഒക്കെ കത്തിച്ചിറങ്ങി വരിക. അവിടെ രേവതി, സച്ചി, ശ്രീകാന്ത്, വർഷ എല്ലാവരും ഉണ്ട്, രവീന്ദ്രനൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ സുധിയാണെങ്കിൽ എല്ലാ നാശങ്ങളിൽ നിന്നും എല്ലാ നാശങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്ര ചോദിച്ചു, ഇതെന്താ പതിവില്ലാതെ പോലെ ഒരു പൂജ എന്ന്. അപ്പൊ പറഞ്ഞു, അത് പിന്നെ എല്ലാം നല്ലതിന് വേണ്ടി അമ്മേ. അപ്പോഴത്തേക്കും ആണെങ്കിൽ സച്ചു പറഞ്ഞു, അല്ല എന്റെ ഭാര്യനെ ഇനി പുറത്താക്കാൻ വേണ്ടിയാണോ പൂജ? ചെവിയിൽ ഒരു പൂവിന്റെ കൂടെ കുറവുണ്ടായിരുന്നു, താലത്തിൽ മാത്രമല്ല ചെവിയിലും കൂടെ ഒരു പൂ വെക്കായിരുന്നു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ സച്ചി? രവിയേട്ടാ കണ്ടോ, അവൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ ഈ സച്ചിനത്തിന് അധികം കയറി പിടിക്കുന്നതെന്ന്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ കർപ്പൂരമൊക്കെ കത്തിച്ച് ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് വെച്ച്, ഭക്ത ഇന്നെന്തെങ്കിലും വിശേഷം ഉണ്ടോ? എടാ, ജീവിതത്തിൽ നല്ലത് നടക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം. അതാണ് ഇപ്പൊ നീ കണ്ട കാഴ്ച, അതായത് നീ ഇവിടെ കണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ, അല്ല എന്ത് നല്ലത് ഇപ്പൊ നടക്കാൻ പോകുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാല് അത് പിന്നെ ആദ്യം എല്ലാവരും ഒന്ന് ഇരിക്കുക, സമാധാനപ്പെടാം, എല്ലാവരും ഒന്ന് ഇരിക്കുക, ഞാൻ പറയുന്നൊക്കെ ഇരുന്ന് കേൾക്കാന്ന് പറഞ്ഞ് എല്ലാവരെയും പിടിച്ചൊക്കെ അവിടെ ഇരുത്തി നമ്മുടെ സുധി. എല്ലാവരെയും പിടിച്ച് ഇരുത്തിയതിനു ശേഷം ചന്ദ്ര ചോദിച്ചു, എന്താ മോനെ വിഷയം, നീ പറയ. അത് പിന്നെ അമ്മേ, ഹിൽ ടോപ്പില് ഒരു വീട് മേടിക്കാൻ തീരുമാനിച്ച കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇന്ന് അതിന്റെ അഡ്വാൻസ് കൊടുക്കാൻ പോവാ. സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? ഇന്ന് അതിന്റെ അഡ്വാൻസ് കൊടുക്കാൻ പോവാണോ? ഓഹോ, അത് കൊള്ളാലോ. എന്റെ പൊന്നു ഭഗവാനെ, എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? രാവിലെ തന്നെ കുളിർമയുള്ള വാർത്തയാണല്ലോ, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോനെ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇവിടുത്തെ ദേവീ ക്ഷേത്രത്തിൽ വെച്ച് അഡ്വാൻസ് കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. 5 ലക്ഷം രൂപ ഇന്ന് കൊടുക്കും. 5 ലക്ഷം രൂപ ഇന്ന് കൊടുക്കുവോ എന്ന് നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എടാ അത് പിന്നെ വീടിനാകെ എത്ര രൂപ വരും? അത് പിന്നെ വീടിന് ഒരു 5 കോടി വരും. 5 കോടിയോ? അപ്പൊ നമ്മുടെ രേവതി സച്ചിയും കണ്ണു തള്ളുന്നു, ശ്രീകാന്ത് കണ്ണു തള്ളുന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്ര കണ്ണു തള്ളുന്നപ്പോ ചന്ദ്ര 5 കോടിയുടെ വീടോ? രവിയുടെ പറഞ്ഞത് കേട്ടോ, 5 കോടിയുടെ വീടാ എന്റെ മോൻ മേടിക്കാൻ പോകുന്നത്. അത് പിന്നെ ഒരു 5 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉണ്ട്, പക്ഷെ അതെനിക്ക് 3 കോടി രൂപയ്ക്ക് തരാന്ന് ഓണർ സമ്മതിച്ചു. 5 കോടിയുടെ വീട് 3 കോടി രൂപയ്ക്കോ? അതിൽ എന്തോ ഉണ്ടല്ലോ. എടാ, എല്ലാരും വീട് വെക്കുമ്പം വില കൂട്ടിയല്ലേ വെക്കുന്നത്, ഇതെന്തിനാ കുറച്ച് വെക്കുന്നത്? അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ഈ വില കുറച്ച് വിൽക്കുന്നതില് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 5-10 ലക്ഷം രൂപ കുറയ്ക്കും. ഇതിപ്പോ 2 കോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെങ്ങനെയാ ശരിയാവുന്നത്? അത് ശരിയാവുന്ന നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സച്ചിൻ പറഞ്ഞു, അതിൽ എന്തോ കള്ളമുണ്ട് സുധി, അത് ചിലപ്പോൾ വല്ല പ്രേതബാധയുള്ള വീടായിരിക്കും, അതുകൊണ്ടായിരിക്കുന്ന. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞ, അല്ല ഇനിയിപ്പോ വേറെ ആരും മേടിക്കാത്തോണ്ട് വില കുറച്ച് കൊടുക്കുന്നതായിരിക്കുമോ? പിന്നല്ലാതെ രേവതി, ഉറപ്പായിട്ടും അതൊക്കെ ആയിരിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി സമ്മതിക്കുവോ? ചന്ദ്രൻ സമ്മതിക്കും. ചന്ദ്രൻ പറഞ്ഞു, ഒരു നല്ല കാര്യം നടക്കാൻ പോവും, അപ്പോഴത്തേക്കും അതും ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നൊന്നും മിണ്ടാതിരിക്കും, കുശുമ്പോ അസൂയ അല്ലാതെ ആർക്കും ഇവിടെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പ്രേതബാധയുള്ള വീടൊന്നും അല്ല. ഇങ്ങനെ എല്ലാവരുടെ ഒരു അഭിപ്രായമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത്, എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എടാ ഈ 3 കോടി എന്നൊക്കെ പറയുമ്പോ അത് വലിയൊരു തുകയല്ലേ, അത്രയും ക്യാഷ് ഒക്കെ നിന്റെ കയ്യിലുണ്ടോ? അത് എങ്ങനെയാ ശരിയാവുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അവന്റെ മലേഷ്യൻ മാമൻ അയച്ചു കൊടുത്ത് കാണുമായിരിക്കും ഈ 3 കോടി രൂപ. അപ്പോഴത്തേക്കും പക്ഷെ ചോദിച്ചു, ശ്രുതി ചേച്ചിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണോ പൈസ അയച്ചു തന്നത്? അപ്പൊ ചന്ദ്രൻ ചോദിച്ചു, അല്ല ശ്രുതി, നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ മോളെ എന്നോടത് പറയാതിരുന്നത്? അയ്യോ ആന്റി, എന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നും ഇല്ല. അല്ല പിന്നെ അവിടെ ഈ 3 കോടിന്ന് സച്ചി. അപ്പൊ ശ്രുതി പറഞ്ഞു, എന്റെ കയ്യിൽ 3 കോടിയൊന്നും ഇല്ല, ഇന്നൊരു 5 ലക്ഷം രൂപ കൊടുക്കൂലോ, പിന്നെ അവർക്ക് ഒരു 25 ലക്ഷം രൂപയും കൂടെ കൊടുക്കണം, അങ്ങനെയാകെ 30 ലക്ഷം രൂപ കൊടുത്താൽ മതി. അപ്പൊ അഡ്വാൻസ് 30 ലക്ഷം രൂപ കൊടുക്കാനുള്ള നിന്റെ കയ്യിലുണ്ടോ? അത് പിന്നെ അച്ഛ അഭിലാഷ് സാറ് ക്യാഷ് തന്നിരുന്നല്ലോ, അങ്ങനെ എല്ലാം കൂടെ നുള്ളിപ്പിറക്കി എടുത്തൊരു 10 ലക്ഷം രൂപ എന്റെ കയ്യിൽ കാണും. ബാക്കി പൈസ ഞാന് എന്തെങ്കിലും ചെയ്യാം. ഈ സബ് ഡീലേഴ്സിനോടൊക്കെ ഒരു 20 ലക്ഷം രൂപ 30 ലക്ഷം രൂപയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതവര് തരുന്നേ. അങ്ങനെ 30 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ക്യാഷ് കൊടുക്കാന് എനിക്കൊരു 6 മാസം സമയമുണ്ട്. അതുപോരെ, ആ 6 മാസം കൊണ്ട് ബാക്കി ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ബാക്കി 2 കോടി 70 ലക്ഷം രൂപ അതിന് നീ എന്ത് ചെയ്യും? അത് ലോണൊക്കെ കിട്ടത്തില്ല ഇന്നത്തെ കാലത്ത്. ഈ ഹൗസിനും സ്ഥലത്തിനൊക്കെ ലോണ് തരാൻ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാമോ? അപ്പൊ ചന്ദ്രഹന്റെ പൊന്നു മോനെ, അമ്മയ്ക്ക് സന്തോഷമായടാ, എനിക്കറിയായിരുന്നു നീ വലിയ ആളാവൂന്ന്. ഏതായാലും നീ വലിയ ആളായല്ലോ. ശ്രുതിനെ നീ എന്ന് കല്യാണം കഴിച്ചോ അന്ന് മുതല് നിന്റെ ജീവിതത്തില്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കണ്ടകശനി തുടങ്ങിയെന്ന്. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അവനോട് മിണ്ടാതിരിക്കാൻ പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നീ അവനെ വിടാൻ പറയുന്നത് എന്തിനാ കേൾക്കുന്നത്? ശ്രുതി നിന്റെ ഭാഗ്യം, അവളെ കല്യാണം കഴിച്ചതോടുകൂടി തന്നെ നീ റോക്കറ്റ് വേഗത്തിലാ കുതിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, അല്ല ഈ മൂട്ടിൽ കത്തിച്ചു വിടുന്ന റോക്കറ്റ് പോലെയാണോന്ന്. അപ്പോഴത്തേക്കും എന്റെ പൊന്നച്ചാ, പെട്ടെന്നൊന്ന് പറഞ്ഞു തരുന്ന, ജോലിക്ക് പോകായിരുന്നു, ഇല്ലല്ല ഞാൻ എന്താ പറയേണ്ടത്? അപ്പോഴത്തേക്കും സച്ചി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു രവീന്ദ്രൻ. സച്ചി വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ട് അവിടെ കോമഡിയാ.
അപ്പൊ ചന്ദ്ര പറഞ്ഞു, എടാ നീ എന്നെ വീടൊന്നും കൊണ്ട് കാണിച്ചില്ലല്ലോ, ഒന്നും കൊണ്ട് കാണിക്കത്തില്ലായിരുന്നോ? ആ, അതിനും സമയമുണ്ടല്ലോ, നാളെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ആ വീട്ടിലേക്ക് പോകുന്നു മാത്രമല്ല 2 ദിവസം അവിടെ താമസിച്ചിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ. എല്ലാവരും ലീവൊക്കെ എടുത്ത് റെഡിയാണ് കേട്ടോ. 2 ദിവസം നമുക്ക് ലീവ്, നമുക്ക് അവിടെ താമസിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം പറഞ്ഞു, 2 ദിവസം താമസിക്കാനോ? എന്തിനാ അവിടെ താമസിക്കുന്നത്? അപ്പൊ ശ്രുതി പറഞ്ഞു, 2 ദിവസം താമസിച്ചു പോയാൽ മതി എന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതി, അല്ല നമ്മൾ വെറുതെ പോയി വീടൊന്ന് നോക്കിയിട്ട് വന്നാൽ മാത്രം പോരല്ലോ, അവിടെ പോയി താമസിച്ച് അവിടുത്തെ സൗകര്യങ്ങളെല്ലാം നേരിട്ടൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഒരുപാട് ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന വീടല്ലേ, എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കണ്ടേ, അറിയണ്ടേ? അപ്പൊ തന്നെ നമുക്ക് ഓണറിനോട് ചോദിച്ച് അറിയാൻ പറ്റൂലോ. അപ്പൊ വർഷ പറഞ്ഞു, എനിക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല, എനിക്ക് ലീവ് കിട്ടത്തില്ല ശ്രുതി ഏട്ടാ, ഞാൻ എങ്ങനെ വരാനാ? അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് നാളെ കുറെ ഓർഡർ ഉള്ളതാ, ആദ്യം പിന്നെ നിങ്ങളൊക്കെ പോയിട്ട് വാ, അതാ നല്ലത്, ഞങ്ങൾ വേറൊരു ദിവസം വീട് കാണാൻ വരാം. അപ്പോഴത്തേക്ക് ശ്രുതി ആണെങ്കിലും നിങ്ങൾ വരുന്നില്ല, വരണ്ടായിരുന്നു. ഏതായാലും എല്ലാവരെയും കാണിച്ചൊന്ന് പൊങ്ങച്ചൊക്കെ കാണിക്കാൻ ഓർത്താണ് ഈ ശ്രുതിയും കൂടെ ചേർന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ലെങ്കിൽ ഈ വീട്ടിൽ ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ലല്ലോ, എനിക്ക് വേണ്ടി ആൾക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, ഏതായാലും ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ രേവതി ഇപ്പൊ വരാന്ന് പറഞ്ഞ് രേവതിനെയും കൂട്ടിക്കൊണ്ട് സച്ചി അകത്തേക്ക് പോവാം. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തിനോട് പറഞ്ഞ് അതായത് ശ്രീകാന്തിനോട് പറഞ്ഞ് നമ്മുടെ സച്ചി മാറ്റാണ് തീരുമാനം. നിങ്ങളൊന്ന് വരണം, നിങ്ങൾ വന്നില്ലേ ശരിയാവത്തില്ല. നമ്മൾ ഇനി പോകാതിരുന്നാല് അവന്റെ ഭാര്യയും അമ്മയും ഒക്കെ പറയും അവൻ വീട് മേടിക്കുന്നതിന്റെ അസൂയാണ്. അത് മാത്രമല്ല, പിന്നെ 5 കോടിയുടെ വീട് 3 കോടിക്ക് കൊടുക്കാന് ആ വീടിന്റെ ഉടമസ്ഥൻ എന്താ ഭ്രാന്തുണ്ടോ? നമുക്കും അറിയണമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനല്ലേ, അവൻ പറ്റിക്കപ്പെടുവാണോ എന്നൊരു ചെറിയൊരു സംശയം ഉണ്ട് എനിക്ക്. അതെല്ലാം നമുക്കൊന്ന് ക്ലിയർ ആക്കണമല്ലോ, നമുക്കൊന്ന് പോയി നോക്കാടാ, അവൻ കുഴിയിൽ വിടാൻ പാടില്ലല്ലോ എന്ന് ശ്രീകാന്തിനോട്. അപ്പൊ നമ്മുടെ വർഷയും രേവതിയൊക്കെ ഓക്കെ ശരി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷയും പറഞ്ഞു, എങ്ങനെയെങ്കിലും ലീവ് എടുക്കാൻ നോക്കാം, സച്ചേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്, നമുക്ക് പോകാം അല്ലേ, കാര്യം എന്താണെന്ന് അറിയാലോ എന്ന് പറഞ്ഞ് ഇവരൊക്കെ പോകാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. ഏതായാലും പോകാനുള്ള തീരുമാനമൊക്കെ എടുത്തു. എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമ്മുടെ സച്ചിയുടെ ചേട്ടനാണല്ലോ, സച്ചിക്ക് ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എവിടെ ചെന്നാലും നമ്മുടെ ശ്രുതി ഇങ്ങനത്തെ കുരുക്ക് കേസുകൾ പിടിക്കുന്ന അറിയാം. എന്നാലും ഈ സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.